മകളെ, ജെറുസലേം 3 മിനിറ്റ് പ്രാർത്ഥനാ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ത്യാഗത്തോടെ വന്നുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ദൈവമക്കളെയും അവിടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വചനത്തിൻ്റെ അനുഗ്രഹം കുടുംബത്തിലും, വചനത്തിൻ്റെ അനുഗ്രഹം ജീവിതത്തിലും, വചനത്തിൻ്റെ അനുഗ്രഹം എല്ലാ നിയോഗങ്ങളിലും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായ വിധത്തിൽ ഏതെല്ലാം പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ടാണോ ഈ വചനം ശ്രവിക്കാൻ പോകുന്നത്, ആ വചനം കേൾക്കുമ്പോൾ തന്നെ വ്യക്തികളിലും കുടുംബങ്ങളിലും സാഹചര്യങ്ങളിൽ ദൈവപ്രവൃത്തി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതാ കർത്താവിന്റെ വചനം തരുന്നു. പ്രഭാഷകന്റെ പുസ്തകം 17-ാം അധ്യായം 24-ാം വാക്യം. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരുവാൻ അവിടുന്ന് അവസരം നൽകും. മകളെ, പാപിക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം കണ്ണുനീരോട് കൂടിയുള്ള പശ്ചാത്താപത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ്. പശ്ചാത്തപിക്കാത്ത പാപി ചികിത്സിക്കാത്ത രോഗിക്ക് സദൃശമാണ്. ഈശോയുടെ സ്വപ്നങ്ങളും സ്വർഗീയമായ പദ്ധതികളും ഭൂമിയിൽ നടപ്പിലാക്കാൻ ആരെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്? അനുതപിക്കുന്ന പാപികളെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. അവർക്കാണ് ഈശോയുടെ ഹൃദയം അറിയാവുന്നത്. അവർക്കാണ് ഈശോയെ കിട്ടിയിട്ടുള്ളത്. ഈശോയെ അറിഞ്ഞ നാൾ മുതൽ ജീവിതം മുഴുവൻ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചവരെ ഈശോ വളരെയേറെ വിലമതിക്കുന്നു, കാര്യമായി കരുതുന്നു. പാപം ചെയ്തു എന്നതല്ല, പാപം ചെയ്യാൻ ദൈവത്തെ ഉപേക്ഷിച്ചു എന്നതാണ് ഹൃദയത്തിൻ്റെ വേദന അവർക്കുണ്ടാകുന്നത്. മകളെ, കടൽ തീരത്തെ ഏതു രേഖയും ഒറ്റ തിര കൊണ്ട് മായ്ക്കുന്നത് പോലെ പശ്ചാത്തപിക്കുന്ന ഏത് പാപിയുടെ ഏതു മാരകമായ പാപങ്ങളും ദൈവം ഒറ്റ നിമിഷം കൊണ്ട് അതിനെ കഴുകി ശുദ്ധമാക്കുകയാണ്. മദ്യത്തിനും ലഹരിക്കും അടിമകളായവരെ, വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും മേഖലയോട് കടന്നു നീങ്ങുന്നവരെ, ദുർമന്ത്രവാദങ്ങളിലും ക്ഷുദ്രപ്രവർത്തനങ്ങളിൽ അകപ്പെട്ടവർക്ക് പശ്ചാത്താപത്തിൻ്റെ അനുതാപത്തിൻ്റെ കൃപ നൽകി അവിടുന്ന് അനുഗ്രഹിക്കണമേ. പശ്ചാത്തപിക്കുന്നവരെ സ്വീകരിക്കുവാൻ കാത്തു നിൽക്കുന്ന കർത്താവെ, അനുതപിച്ച് പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണമേ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇതാ ഈശോ നിന്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു, കരങ്ങൾ നീട്ടി അനുഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഇന്നത്തെ പ്രാർത്ഥനാ ശുശ്രൂഷ പങ്കെടുത്ത സർവ്വ മക്കളോടും ഇത് ഷെയർ ചെയ്യുന്നതോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.